രാധ തനിക്ക് കണ്ണനെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഉത്കണ്ഠയാൽ തങ്ങളുടെ ആദ്യ സമാഗമ വേളയിലുണ്ടായ കാര്യങ്ങളെല്ലാം സഖിയോട് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം നീ കണ്ണനോട് പോയി പറയണം എന്ന് സഖിയോട് പറയുന്നത് നമ്മൾ 6-ാമത്തെ അഷ്ടപതിയിൽ കണ്ടതാണ്. അങ്ങനെ സഖി കണ്ണന്റെ അടുത്ത് ചെന്ന് രാധ കണ്ണനെ കാണാതെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നും വിരഹ ദുഃഖത്താൽ തപിക്കുന്ന രാധ തനിക്ക് ചുറ്റുമുള്ള വസ്തുക്കളെയെല്ലാം എപ്രകാരമാണ് നോക്കിക്കാണുന്നത് എന്നെല്ലാം സഖി വന്ന് കണ്ണനോട് പറയുന്നതാണ് 8-ാമത്തെ അഷ്ടപതിയിൽ പറയുന്നത്. സാധാരണ വിരഹികൾക്ക് സുഖം തരുന്നതെന്തും അസുഖകരമായാണ് തോന്നുക. ഇവിടെ രാധ സുഗന്ധവും കുളിർമയും തരുന്ന ചന്ദനത്തെ നിന്ദിക്കുന്നു. രാത്രിയിൽ ചന്ദ്രനിൽ നിന്നുള്ള കുളിർമയുള്ള രശ്മികൾ രാധയെ സൂര്യരശ്മികൾ പോലെ തപിപ്പിക്കുന്നു. മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന ഇളം കാറ്റ് സർപ്പങ്ങളുടെ വിഷം കലർന്ന വിഷക്കാറ്റായി രാധയ്ക്ക് അനുഭവപ്പെടുന്നു. വിരഹച്ചൂട് ഏൽക്കാതിരിക്കാൻ രാധ വെള്ളത്തുള്ളികൾ പറ്റിയിരിക്കുന്ന താമരപ്പൂക്കൾ നെഞ്ചോട് ചേർത്ത് വെച്ച് തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന കണ്ണനോട് ചേർന്ന് നിൽക്കുന്നു. രാധ തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന കണ്ണന് കാമശരങ്ങളേറ്റ് മുറിവേൽക്കാതിരിക്കാൻ താമരപ്പൂക്കൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നുവെന്നാണ് ജയദേവർ ഇവിടെ ഭാവന ചെയ്യുന്നത്. സഖി പറയുന്നു, കണ്ണന്റെ സാന്നിധ്യം അനുഭവിക്കാനായി കസ്തൂരി കൊണ്ട് തൻ്റെ സങ്കല്പത്തിൽ കാമദേവനായി തീർന്ന കണ്ണനെ വരയ്ക്കുന്നു. എന്നിട്ട് ആ ചിത്രം നോക്കി അങ്ങയെ പ്രണമിക്കുന്നു. കണ്ണനെ സ്വീകരിക്കാൻ ആ വള്ളിക്കുടിലിൽ രാധ ഒരുക്കി വച്ചിരിക്കുന്ന മൃദുലമായ പൂമെത്ത വിരഹദുഃഖത്താൽ രാധയ്ക്ക് കാമദേവന്റെ ശരശയ്യയായി തോന്നുന്നു. രാഹുവിന്റെ ദന്തക്ഷതമേറ്റ് ചന്ദ്രനിൽ നിന്ന് അമൃത് പ്രവഹിക്കും പോലെയാണ് ചന്ദ്രനെ പോലെയുള്ള രാധയുടെ മുഖത്ത് കണ്ണുനീർ ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാലടി വെക്കുമ്പോഴും കണ്ണാ നീ എവിടെയാണ്? എത്രയും പെട്ടെന്ന് നീ എൻ്റെ അടുത്ത് വന്ന് എന്നെ ഈ വിരഹച്ചൂടിൽ നിന്നും രക്ഷിക്കൂ കണ്ണാ എന്ന് പറഞ്ഞ് രാധ വിലപിക്കുകയാണ്. അതുകൊണ്ട് കണ്ണനെ കാണാതെ ഓരോ നിമിഷവും വിരഹ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാധയുടെ അടുത്തേക്ക് ചെല്ലൂ എന്ന് സഖി കണ്ണനോട് പറയുന്നു. എനിക്ക് പേടിയാകുന്നു കണ്ണ. രാധ ചിലപ്പോൾ മനോനില നഷ്ടപ്പെട്ടതുപോലെയാണ് പെരുമാറുന്നത്. കണ്ണൻ അടുത്തു വന്ന് നിൽക്കുന്നുണ്ടെന്ന് കരുതി ചിലപ്പോൾ ചിരിക്കുന്നു, ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ പരാതികൾ പറയുന്നു, ചിലപ്പോൾ കണ്ണനെ കണ്ടതുപോലെ ഓടിച്ചെല്ലുന്നു. ഇങ്ങനെയെല്ലാം രാധ വിരഹ ദുഃഖത്താൽ കരഞ്ഞു തളർന്ന് ക്ഷീണിതയായിരിക്കുന്നു എന്നെല്ലാം സഖി കണ്ണനോട് പറയുന്നതാണ് ഈ അഷ്ടപതിയിൽ ഓരോ പദത്തിലും ജയദേവർ വർണ്ണിച്ചിരിക്കുന്നത്. ശ്രീ ജയദേവർ എന്നാൽ എഴുതപ്പെട്ട ഈ അഷ്ടപതി അർത്ഥം ഉൾക്കൊണ്ട് പഠിക്കുമ്പോൾ രാധാദേവിയുടെ വിരഹദുഃഖത്തിന്റെ ആഴം എത്രയായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജയദേവൻ സ്തുതിയാൽ ഈ അഷ്ടപതി അവസാനിക്കുന്നു. നിന്ദതി ചന്ദനമിന്ദു കിരണം അനുവിന്ദതി ഖേദമധീരം വ്യാളനിലയമിളനേന ഗരളമിവ കലയതി മലയ സമീരം സാവിരഹേ തവ ദീനാ മാധവ മനസിജ വിശിഖഭയാദിവ ഭാവനയാ തൊയിലീന കൃഷ്ണ ഭാവനയാ തൊയിലീന അവിരള നിപതിത മദന ശരാദിവ ഭവദവനായ വിശാലം സ്വഹൃദയമന്മണി വർമ്മകരോതി സജലനളിനീ ദളജാലം സാവിരഹേ തവ ദീനാ മാധവ മനസിജ വിശിഖഭയാദിവ ഭാവനയാ തൊയിലീന കൃഷ്ണ ഭാവനയാ തൊയിലീന കുസുമ വിശിഖ ശരതൽപ മനൽപ വിലാസകലാ കമനീയം
വ്രതമിഹ തവ പരിരംഭ സുഖായ കരോതി കുസുമ ശയനീയം സാവിരഹേ തവ ദീനാ മാധവ മനസിജ വിശിഖഭയാദിവ ഭാവനയാ ത്വയി ലീനാ കൃഷ്ണ ഭാവനയാ ത്വയി ലീനാ വഹതി ജഗളിത വിലോചന ജലധരം ആനന കമലമുദാരം വിധുമിവ വികട വിധുന്തുത ദന്തദലന കളിതാമൃതധാരം സാവിരഹേ തവ ദീനാ മാധവ മനസിജ വിശിഖഭയാദിവ ഭാവനയാ ത്വയി ലീനാ കൃഷ്ണ ഭാവനയാ ത്വയി ലീനാ വിലിഖതിരഹസി കുരംഗമദേന ഭവന്തം അസമശരഭൂതം പ്രണമതി മകരമധോ വിനിധായ കരേ ച ശരം നവചൂതം സാവിരഹേ തവ ദീനാ മാധവ മനസിജ വിശിഖഭയാദിവ ഭാവനയാ ത്വയി ലീനാ കൃഷ്ണ ഭാവനയാ ത്വയി ലീനാ പ്രതിപദമിദമപി നിഗദതി മാധവ ചരണേ തവ പതിതാഹം ത്വയി വിമുഖേ മയി സപതി സുധാനിധി രവിതനുദേ തനുദാഹം സാവിരഹേ തവ ദീനാ മാധവ മനസിജ വിശിഖഭയാദിവ ഭാവനയാ ത്വയി ലീനാ കൃഷ്ണ ഭാവനയാ ത്വയി ലീനാ ധ്യാനലയേന പുര പരികൽപ്യ ഭവന്തം അതീവ ദുരാപം വിലപതി ഹസതി വിഷീദതി രോദിതി ചഞ്ചതി മുഞ്ചതി താപം സാവിരഹേ തവ ദീനാ മാധവ മനസിജ വിശിഖഭയാദിവ ഭാവനയാ ത്വയി ലീനാ കൃഷ്ണ ഭാവനയാ ത്വയി ലീനാ ശ്രീജയദേവ ഭണിതമിതമധികം യതി മനസാ നടനീയം ഹരിവിരഹാകുലവല്ലഭയുവതി സഖീവജനം പഠനീയം യതി മനസാ നടനീയം കൃഷ്ണ സഖീവജനം പഠനീയം.